നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 ദിവസങ്ങൾക്ക് മുൻപ് BBC, CNN തുടങ്ങിയ മാധ്യമങ്ങളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരുന്നു. ഇന്ത്യ അറസ്റ്റ് ക്രിപ്റ്റോ അഡ്മിനിസ്ട്രേറ്റർ വിത്ത് റഷ്യ ലിങ്ക്സ് വാണ്ടഡ് ബൈ US. വർക്കല കുരക്കണ്ണിയിൽ ബീച്ചിനോട് ചേർന്ന് ഒരു 2 നില വീട്. അവിടെ കഴിഞ്ഞ 5 വർഷമായി ഒരു റഷ്യൻ പൗരൻ താമസിക്കുന്നു. ഇയാളെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് വെറും പിശുക്കനായ ഒരു വിദേശി. അമേരിക്ക തേടുന്ന അന്താരാഷ്ട്ര കുറ്റവാളിയായിരുന്നു അലക്സേജ് ബെസിയോക്കോവ് എന്ന 46-കാരൻ. ഇന്റർപോളിൻ്റെ ലിസ്റ്റിലുള്ള മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ. എന്നാൽ കേരള പോലീസിൻ്റെ ചുറുചുറുക്കുള്ള ഉദ്യോഗസ്ഥർ അലക്സേജിനെ അറസ്റ്റ് ചെയ്ത് നേരെ CBIക്ക് കൈമാറി. കഴിഞ്ഞ ചൊവ്വാഴ്ച വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴായിരുന്നു കേരള പോലീസ് അലക്സേജിൻ്റെ വീട്ടിലെത്തിയത്. വർക്കല സ്റ്റേഷനിലെ CPO ജോജിൻ രാജാണ് ഇവിടെ സൂപ്പർ ഹീറോ. മേഖലയിലെ ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ച് കേരള പോലീസ് പരിശോധന നടത്തി. അതിനിടയിൽ അലക്സേജ് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലുമെത്തി. അലക്സേജ് വാതിൽ തുറന്നു. വാതിൽ തുറന്നതോടെ മുന്നിലൊരു പോലീസുകാരൻ. നേരെ അലക്സേജ് അകത്തേക്ക് തിരിഞ്ഞ് 500-ൻ്റെ ഒരു കെട്ടെടുത്ത് ജോജിൻ രാജിന് നേർക്ക് നീട്ടി. 50,000 രൂപ. എന്നാൽ ജോജിൻ രാജ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അത് വാങ്ങിയില്ല. പകരം മനസ്സിൽ സംശയം കൂടി. ഉടൻ സ്റ്റേഷൻ ഇൻസ്പെക്ടറെ വിവരമറിയിച്ചു. പിന്നാലെ വർക്കല പോലീസ് സംഘമെത്തി അലക്സേജിനെ അറസ്റ്റ് ചെയ്തു. ആദ്യം ജോജിൻ രാജ് ഒറ്റയ്ക്കായിരുന്നു പരിശോധന നടത്തിയതെങ്കിൽ ജോജിൻ രാജ് കൃത്യമായി ഉറപ്പിച്ചു അലക്സേജ് തന്നെയാണ് തൻ്റെ മുന്നിലുള്ള ആ കൊടും കുറ്റവാളി. കേരള പോലീസിൻ്റെ വലയിൽപ്പെട്ടത് അലക്സേജ് ബെസിയോക്കോവ് എന്ന കൊടും ക്രിമിനൽ. CBI കേരള പോലീസിന് കൈമാറിയത് കൃത്യമായ വിവരം. അമേരിക്കൻ പോലീസിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ CBI നേരെ കേരള പോലീസിന് കൈമാറി. അമേരിക്ക തേടുന്ന കൊടും ക്രിമിനൽ വർക്കലയിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന സുപ്രധാന വിവരമാണ് അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയത്. 1 വർഷം 3-4 മാസം പൂർണ്ണമായി വർക്കലയിലെ ബീച്ചിലെ ഹോം സ്റ്റേയിൽ ഇയാൾ താമസിക്കുക പതിവാണ്. 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 1 വർഷം ഇയാൾ വാടക ഇനത്തിൽ കൊടുക്കും. ഇത്തവണ അലക്സേജിനൊപ്പം അയാളുടെ ഭാര്യയും മകളും എത്തിയിരുന്നു. തന്നെ പോലീസ് തിരയുന്നുവെന്ന് മനസ്സിലാക്കിയ അലക്സേജ് തലേന്ന് തന്നെ ഭാര്യയെയും മകളെയും വിദേശത്തേക്ക് പറഞ്ഞു വിട്ടിരുന്നു. അതിവേഗം കുടുംബത്തെ വിദേശത്തേക്ക് കടത്തിയതിനു ശേഷം വർക്കല വിടാൻ ഇയാൾ പദ്ധതിയിട്ടു. അലക്സേജ് പിടിയിലകപ്പെട്ടതിന് തൊട്ടു പിന്നാലെ കേരള പോലീസ് തിരിച്ചറിഞ്ഞു തങ്ങളുടെ വലയിലായത് ഒരു വൻ കുറ്റവാളിയാണ്. ജോജിൻ രാജ് എന്ന ഒരു സാധാരണ പോലീസുകാരൻ്റെ സത്യസന്ധത മാത്രമാണ് ഇത്ര വലിയ കുറ്റവാളിയെ കേരള പോലീസിന് നിഷ്പ്രയാസം കീഴടക്കാൻ കഴിഞ്ഞത്. അധോലോക കുറ്റവാളി ചിന്തിച്ചു കേരള പോലീസിന് 50,000-ൻ്റെ കെട്ട് കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹീറോ ജോജിൻ രാജ് എന്ന പോലീസുകാരൻ. അമേരിക്ക തലയ്ക്ക് വിലയിട്ട ഇന്റർപോൾ തിരയുന്ന ലോകത്തിനെ തന്നെ വിറപ്പിച്ച കൊടും ക്രിമിനലിനെയാണ് നമ്മുടെ കേരള പോലീസ് തൂക്കിയെടുത്തത്. അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങൾക്കും സൈബർ കുറ്റവാളികൾക്കും കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായം നൽകുന്ന സാമ്പത്തിക കുറ്റവാളി എന്ന നിലയ്ക്കാണ് ഇയാളെ അമേരിക്ക തിരിയുന്നത്. ഗ്യാരൻറ്റെക്സ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൻ്റെ ഉടമസ്ഥനാണ് അലക്സേജ്. അലക്സേജിനൊപ്പം മറ്റൊരു പാർട്ണർ കൂടിയുണ്ട്. അലക്സേജിൻ്റെ പാർട്ണറാണ് റഷ്യക്കാരനായ അലക്സാണ്ടർ മിറസെർദ. ഇയാൾക്കെതിരെയും സമാന കുറ്റത്തിന് US ഏജൻസികൾ കേസെടുത്തിരിക്കുന്നു. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിലാണ് അലക്സേജും മിറസെർദയും ഗ്യാരൻറ്റെക്സ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിച്ചത്. തീവ്രവാദ സംഘടനകൾക്കും മയക്കുമരുന്ന് സംഘങ്ങൾക്കും പുറമെ സൈബർ കുറ്റവാളികൾക്കും ഇവർ കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായം നൽകി. ഹാക്കിംഗ്, കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളുടെ വിപണനം, ക്രിപ്റ്റോ തട്ടിപ്പ് എന്നിവയിലുമൊക്കെ ഇവർക്ക് പങ്കുണ്ട്. ലിത്വാനിയൻ പൗരനാണ് അലക്സേജ്. വർഷങ്ങളായി വർക്കലയിൽ താമസിക്കുന്നു. വർക്കലയിൽ 3-4 മാസങ്ങൾ ഇയാൾ സ്ഥിരമായി എത്തും. ഇപ്പോഴിതാ വർക്കലക്കാർ അലക്സേജിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. കോടാനുകോടി ആസ്തിയുള്ള ലോകം തിരിയുന്ന കൊടും കുറ്റവാളിയുടെ വർക്കലയിലെ ജീവിത രീതികൾ. BBCയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഗ്യാരൻറ്റെക്സ് ഇതുവരെ നടത്തിയത് ഏകദേശം $96 ബില്യൺ ഇടപാടുകൾ. 2019 മുതലുള്ള കണക്കാണിത്. അപ്പോൾ ഇയാളുടെ വരുമാനം ഊഹിക്കാവുന്നതേയുള്ളൂ. 100 കണക്കിന് മില്യൺ ഡോളറിൻ്റെ വരുമാനമാണ് അലക്സേജ് നേടിയിരിക്കുന്നത് എന്ന് BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. എന്നിട്ടും വർക്കലയിൽ ഇയാൾ പിശുക്കനെ പോലെ അഭിനയിച്ചു. വിനോദസഞ്ചാരി എന്ന വ്യാജേനയാണ് ഇയാൾ വർക്കലയിലെത്തിയത്. പിന്നീട് വർക്കല ഇഷ്ടപ്പെട്ടുവെന്ന് അടുപ്പമുള്ളവരോടൊക്കെ പറഞ്ഞു. വർക്കലയിൽ യാത്രയ്ക്കായി ഇയാൾക്കൊരു ഇരുചക്ര വാഹനവുമുണ്ട്.
വർക്കലയിലെ കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി സ്വയം പാചകം ചെയ്ത് കഴിക്കും. ഈ ഇരുചക്രവാഹനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഇയാൾ തന്നെ കുത്തിയിരുന്ന് അത് നന്നാക്കും. ചൊവ്വാഴ്ച വൈകിട്ടത്തെ വിമാനത്തിൽ ഇന്ത്യയിൽ നിന്ന് മടങ്ങുകയായിരുന്നു ഇയാളുടെ പദ്ധതി. അതിനുവേണ്ടി ബാഗുകളെല്ലാം തയ്യാറാക്കി വെച്ചു. ചൊവ്വാഴ്ച വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ദില്ലിയിലേക്ക് കൊണ്ടുപോയി CBI ഏൽപ്പിച്ചു. തൻ്റെ വീട് വാടകയ്ക്കെടുത്തത് അറുപിശുക്കനായ ഒരു റഷ്യക്കാരനല്ല, മറിച്ച് അമേരിക്ക തിരഞ്ഞ ഒരു കൊടും ക്രിമിനലാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ വീടിൻ്റെ ഉടമ സലീം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. 8 വർഷം മുൻപ് വീട് വാടകയ്ക്കെന്ന ബോർഡ് കണ്ടാണ് സലീമിനെ അലക്സേജ് സമീപിക്കുന്നത്. വന്നു കണ്ടു, ഉടൻ തന്നെ അഡ്വാൻസും കൊടുത്തു. അലക്സേജ് ഭാര്യ യൂലിയയുടെ ഒപ്പമാണ് താമസിക്കാൻ എത്തിയതെന്ന് സലീം പറയുന്നു. റഷ്യയിൽ നിന്നുള്ള 3-4 കുടുംബ സുഹൃത്തുക്കളും അവരുടെ കുടുംബവുമാണ് അലക്സേജിനെ സന്ദർശിക്കാൻ ഇടയ്ക്കിടെ വർക്കലയിൽ എത്താറുള്ളത്. റഷ്യൻ പൗരൻ അലക്സാണ്ടർ മിറാസെർദ പിന്നീട് സലീമിനെ കാണാൻ വർക്കലയിലെത്തി. അലക്സാണ്ടറും സലീമുമായി അടുപ്പം പുലർത്തിയെന്നാണ് സലീം പറയുന്നത്. IT കമ്പനിയിൽ ജോലി എന്നാണ് അലക്സേജ് സലീമിനോട് പറഞ്ഞത്. അലക്സാണ്ടറും പറഞ്ഞത് തനിക്കും IT കമ്പനിയിൽ ജോലിയെന്ന്. അലക്സേജിൻ്റെ ജീവിതത്തിലെ പിശുക്ക് കണ്ടപ്പോൾ ഒട്ടും സംശയവും തോന്നിയില്ല നാട്ടുകാർക്ക്. 12,000 രൂപ മുടക്കിയാണ് ഒരു ചെറിയ സ്കൂട്ടർ വാങ്ങിയത്. സ്റ്റാർട്ടാവാതെ വന്നാലും ഇയാൾ കുത്തിയിരുന്ന് സ്വയം നന്നാക്കും. വീട്ടിലെ ടാപ്പ് പൈപ്പുകളൊക്കെ കേടാവുമ്പോൾ ഇയാൾ തന്നെ നന്നാക്കുകയാണ് പതിവ്. അതിനുപോലും ഒരു പ്ലംബറെ വിളിച്ച് പണം കളയില്ല. ഹോട്ടലുകളിൽ പോയി വലിയ ഭക്ഷണമൊന്നും കഴിക്കില്ല. സാധനങ്ങൾ വാങ്ങി വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കും. വളരെ ലളിത ജീവിതമെന്നാണ് സലീം ഉൾപ്പെടെയുള്ള അയൽക്കാരൊക്കെ കരുതിയത്. എല്ലാ തവണ വരുമ്പോഴും വാടക കുറയ്ക്കാനായി ഇയാൾ വിലപേശും. വീട്ടിലെ ഒരു കാര്യങ്ങൾക്കും ജോലിക്കാരെ വിളിക്കാറില്ല. പുറത്തുനിന്നാരും അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് എത്തി നോക്കാറുമില്ല. വർക്കല കാനറ ബാങ്കിൽ ഇയാൾ ഒരു അക്കൗണ്ട് തുടങ്ങിയിരുന്നു. വർക്കല ബീച്ചിൽ വിദേശികൾ അർദ്ധരാത്രിയിലൊക്കെ ആഘോഷം തുടരും. എന്നാൽ അലക്സേജ് തൻ്റെ വീട്ടിൽ രാത്രി 9 മണിക്ക് തന്നെ കൃത്യമായി എത്തും. വർക്കല സ്വദേശികളായ സെബിനും അഹാദും ഇടയ്ക്കൊന്ന് റഷ്യയ്ക്ക് പോയി. വർക്കലയിൽ സാധാരണക്കാരനെ പോലെ നടന്നിരുന്ന അലക്സാണ്ടറെ റഷ്യയിൽ വെച്ചൊന്ന് കാണണമെന്ന് അവർ കരുതി. അവിടെ ചെന്ന് അലക്സാണ്ടറെ പരിചയപ്പെട്ടപ്പോൾ ആ വർക്കലക്കാരായ യുവാക്കളുടെ കണ്ണു തള്ളി. അലക്സാണ്ടർ ചെറിയ മീനല്ല, 2 കപ്പൽ നിർമ്മാണ കമ്പനിയുടെ ഉടമയാണ് എന്ന് റഷ്യയിൽ നിന്ന് ഈ ചെറുപ്പക്കാർ തിരിച്ചറിഞ്ഞു. അലക്സാണ്ടർ ഈ ചെറുപ്പക്കാരെ അയാളുടെ വീട്ടിലേക്കും കൂട്ടിക്കൊണ്ടുപോയിരുന്നു. വീട് നിറയെ അത്യാഡംബര വാഹനങ്ങൾ, വില കൂടിയ കാറുകളുടെ വലിയ ശേഖരമാണ് അയാളുടെ വീട്ടിലുണ്ടായിരുന്നത് എന്ന് വർക്കലയിലെ യുവാക്കൾ പിന്നീട് നാട്ടിലെത്തി നാട്ടുകാരോട് പറഞ്ഞു. കേരള പോലീസ് നേരത്തെ കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു എന്നുറപ്പിക്കുന്ന ചില തെളിവുകൾ ഇതിനിടയിൽ പുറത്തുവന്നു. 2023 ഇയാൾക്കൊപ്പം താമസിച്ചിരുന്ന ഒരു വനിത ഉൾപ്പെടെ 3 റഷ്യക്കാരെ നാടുകടത്തിയിരുന്നു. ഇവരെ നാടുകടത്തിയതിൻ്റെ നോട്ടീസിൻ്റെ പകർപ്പ് മാധ്യമങ്ങൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചു. 3 റഷ്യക്കാരെ നാടുകടത്തിയപ്പോഴും യാതൊരുവിധ അന്വേഷണവും അലക്സേജിലേക്ക് നീണ്ടില്ല. ശതകോടികളുടെ തട്ടിപ്പ് നടത്തിയിരുന്ന അലക്സേജിൻ്റെ പക്കലുള്ളത് വെറുമൊരു ഫീച്ചർ ഫോൺ മാത്രം. 2 വർഷം മുൻപ് ഈ ഹോം സ്റ്റേ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് ഡാൻസ് ഓഫ് സംഘം അവിടെ പരിശോധനയും നടത്തിയിരുന്നു. അന്നൊരു വനിതയടക്കം 3 റഷ്യക്കാർ പിടിയിലായി. അവരെയായിരുന്നു അന്ന് നാടുകടത്തിയത്. കഴിഞ്ഞ 10-ാം തീയതിയാണ് ഇൻ്റർപോളിൻ്റെ നോട്ടീസ് കേരള പോലീസിന് ലഭിക്കുന്നത്. അലക്സേജിൻ്റെ വിവരങ്ങൾ ഇൻ്റർപോൾ നൽകിയ നോട്ടീസിൽ കൃത്യമായി പറഞ്ഞിരുന്നു. ലിത്വാനിയ സ്വദേശിയാണ് അലക്സേജ് എന്ന് ഇൻ്റർപോൾ നൽകിയ നോട്ടീസിൽ പറയുന്നു. റഷ്യയിൽ സ്ഥിരതാമസമാക്കിയ വ്യക്തി. ഇൻ്റർപോൾ നോട്ടീസ് അനുസരിച്ച് ഇയാൾക്കെതിരെ ദില്ലി പാട്യാല കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. വർക്കല പോലീസാണ് കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൈബർ ആക്രമണവും കമ്പ്യൂട്ടർ ഹാക്കിങ്ങും ഉൾപ്പെടെ ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ കേരള പോലീസിന് ലഭിച്ച മുഖ്യ വിവരം ഇയാൾ വലിയൊരു ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിലെ പ്രതിയെന്ന നിലയ്ക്കായിരുന്നു. എന്നാൽ പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ ഇയാൾ ചെയ്ത കൊടും കുറ്റകൃത്യങ്ങൾ കേരള പോലീസിന് ബോധ്യമായി. മയക്കുമരുന്ന് കച്ചവടം, സൈബർ ആക്രമണം, കമ്പ്യൂട്ടർ ഹാക്കിംഗ് എന്നിവയുൾപ്പെടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ. അമേരിക്കയിൽ 20 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് അലക്സേജ് ചെയ്തിരിക്കുന്നത്. 2022 ഗ്യാരൻറ്റെക്സിന് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇടപാടുകൾ തുടർന്നു. 5 വർഷം മുൻപാണ് ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നത് എന്ന് പോലീസ് കരുതുന്നു. എന്നാൽ സലീം പറയുന്നു 8 വർഷങ്ങൾക്ക് മുൻപാണ് തൻ്റെ വീട് ആദ്യമായി ഇയാൾ വാടകയ്ക്കെടുത്തതെന്ന്. US ലോകം മുഴുവൻ അരിച്ചു പെറുക്കുമ്പോൾ ഇയാൾ വർക്കലയിലെത്തി സുഖജീവിതം നയിക്കുകയായിരുന്നു.
അതാണിപ്പോൾ വർക്കലക്കാരെ അതിശയിപ്പിച്ചിരിക്കുന്നത്. ഇയാൾക്കെതിരെ ഇന്ത്യയിൽ നിലവിൽ കേസില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അമേരിക്കയ്ക്ക് ഈ കുറ്റവാളിയെ കൈമാറുമെന്ന് CBI അറിയിച്ചു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ലോകത്തിലെ പ്രധാനപ്പെട്ട 600 കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് പണം തട്ടിയ പ്രതിയാണ് അലക്സേജ്. യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ശുദ്ധജല വൈദ്യുതി വിതരണ കമ്പനികളെയാണ് ഇയാൾ ഏറ്റവും ഒടുവിൽ തട്ടിപ്പിനിരയാക്കിയത്. പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പ് തുറക്കാൻ അലക്സേജിനോട് പാസ്വേഡ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇയാൾ കേരള പോലീസിന് പാസ്വേഡ് നൽകിയില്ല. തുടർന്ന് CBIയുടെ കസ്റ്റഡിയിലുള്ള അലക്സേജിൽ നിന്ന് പാസ്വേഡല്ല അതുക്കും മേലെ അവർ വീണ്ടെടുക്കും. ഇയാളുടെ ആകെ ആസ്തി 1,60,000 കോടി എന്നാണ് പൊതുവെ കണക്കുകൂട്ടുന്നത്. ബോസ്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയാണ് അലക്സേജ്. 4 ദിവസം മുൻപ് കമ്പനിയുടെ ഡാർക്ക് വെബ് ഇടപാടുകൾ അലക്സേജിൻ്റെ ചിത്രം സഹിതം BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് വർക്കലയിൽ നിന്ന് രക്ഷപ്പെടാൻ അലക്സേജ് തീരുമാനിച്ചത്. വാഷിംഗ്ടണിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇയാൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് എന്ന് ഇന്ത്യ പ്രതികരിച്ചു. ഇന്ത്യയുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അലക്സേജിനെ എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് കൈമാറുമെന്ന് CBI വ്യക്തമാക്കി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.